എടാ ഷാവിലെ നീ ഒന്നില്ല ഇത് ഏക്ക് അല്ലെങ്കിൽ പിന്നെ ഏക്കല്ലേ ഇത് ചേച്ചിയാണോ ചേട്ടനാണോ കിലോയ്ക്ക് 8 രൂപ കിലോയ്ക്ക് അല്ലേ നിസറൻകൂടിലേക്ക് കാല് വെക്കുമ്പോ ഓടൂര് അതുപോലെ ബൈക്കോടെ 2 മലയാളികളെ കണ്ടിട്ട് ഇവന്മാരൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പറയാട്ടോ. ഞങ്ങളിത് സേലത്തുനിന്ന് രാവിലെ എണീച്ചിപ്പോൾ എത്ര മണി സമയം 10:30 ആവണം. 10:30 ആവറേപ്പിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങുക. സേലത്ത് നേരെ ചെന്നൈക്ക് പോകാനാണ്. ഇവിടെ ഒരു 7 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടെന്നാണ് നോക്കിയപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം കയറ്റി ഇതാണ് അവസ്ഥ. ഓൾമോസ്റ്റ് ഇല്ല ഇത്രയും സാധനങ്ങൾ കയറ്റി സാധനങ്ങളൊക്കെ കയറ്റിയിരുന്നു. ഞങ്ങളിത് ഇറങ്ങാൻ പോകുന്നു. നല്ല കരിയും ചൂടാണ്. നമ്മുടെ നാട്ടിലേക്ക് ചൂടാണ്. ഉള്ള സാധനമൊക്കെ മൊത്തം തേച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ തേച്ചിട്ട് ഏൽക്കുന്നൊന്നുമില്ല. എന്തായാലും നോക്കാം. ഇത് അടിപൊളി ചൂടാണ്. നല്ല വെടിച്ചില്ല. ഹൈവേ അടക്കും. ഇത് വണ്ടി സാധനങ്ങൾ വെച്ച് അടയ്ക്കണു. അടയൂലേ? അടച്ചോ. പിന്നെ അടഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി ആരാ ഡ്രൈവ് ചെയ്യണം? നീ ഡ്രൈവ് ചെയ്യല്ലേ? നീ എടുത്തോ. ഓക്കെ, അപ്പം ഞാൻ എന്നാ ഇവൻ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അപ്പം ഓരോരോ സ്ഥലത്തുനിന്ന് ഓരോരോ സ്ഥലത്ത് പൊക്കോണ്ടിരിക്കാൻ എൻ്റെ ഫോൺ ഉണ്ട്. ഓക്കെ, അപ്പം പോവാണ്. അതുപോലത്തെ എന്നാ ഉള്ളത് നോക്കട്ടെ ആദ്യം. എന്നതാണ് வெஜ்ஜு குருமா புரோட்டாக்கு புரோட்டா இருக்குது. தோசை சப்பாத்தி இருக்காது. கேட்டு வா. இட்லி தோசை புரோட்டா சப்பாத்தி. இட்லி தோசை புரோட்டா கறி என்னது இருக்கு? ഇത് ചെറിയ പൊറോട്ട അല്ലേ? പാരീസിലെ പൊറോട്ട അത്ര ഉണ്ടത്. നീ അടിച്ച് നിങ്ങള് ദോശ പറഞ്ഞാണ് അടിക്കാത്ത ദോശ. അയച്ചിട്ട് ഇടാ സാമ്പാറല്ലോ. മറ്റേ ഇതാണോ മറ്റേ വെജ് കുറുമയാന്ന് പറഞ്ഞത്? വെജ് കുറുമ എന്ന് പറയുന്നതാണോ? അതെ, അതൊരു ഇച്ചിരി ഇട്ടേ. ഇനി കഴിച്ചിട്ട് വള്ളിക്കെട്ടാവണ ഈ പ്രശ്നവും. മീൻകുളമ്പോ പൊറോട്ടയ്ക്ക് മീൻകുളമ്പിട്ട് അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ലല്ലോ. നമ്മൾ മുട്ട ഇരിക്കാണ്ടിപ്പോ മുട്ടക്കറി ഒക്കെ ഉണ്ടായിരിക്കും. പൊറോട്ട മുട്ടക്കറി കഴിക്കാൻ കൊടുക്കാം. പക്ഷെ പൊറോട്ട മുട്ടക്കറി ഒന്നും ഇല്ല. മുട്ട ബോയിൽഡ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുക്ക്. 3 കോഫി, 1 ചായ, 1 വിത്തൗട്ട് ചായ. ഇവൻ ഒരിടയ്ക്ക് ഷുഗർ കട്ട് തുടങ്ങിയതാ. പുള്ളി ഇതുവരെ ഷുഗർ കട്ട് വിട്ടിട്ടില്ല. ബാക്കിയുള്ള സാധനം തന്നെ ഷുഗറുള്ള സാധനമാണ്. ബോയിൽഡേക്ക് പറഞ്ഞിട്ട് കൊടുന്നെ. മുട്ട പൊരിച്ചാണ് മുട്ട തോരനാണോ? മുട്ട തോരൻ കിടന്നത് ബുർജിയോ? പക്ഷെ അത് നല്ലതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങള് എന്നാ മുട്ട പൊരിച്ചില്ലേ? അല്ല മുട്ട പുഴുങ്ങിയെന്ന് പറഞ്ഞ മുട്ട പുഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്നാ ബോയിൽഡൊക്കെ സോറി മുട്ട പുഴുങ്ങിയത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മുട്ട പുഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കിട്ടിയ തന്നെ പറയാം. മറ്റേ ഇതില്ലേ ഈ തോരൻ പോലെ അതിൻ്റെ അകത്ത് എന്തോ വെജിറ്റബിളിൻ്റെ എന്തോ സാധനം ഇട്ടിട്ടുണ്ടെന്നാണ്. മുട്ടയിലിട്ട് ഇങ്ങനെ തോരൻ പോലെ എഗ് ബുർജിയോ എന്നാണ്ടെങ്കിലും പറയണ്ടേ. എന്തോ ഒരു സാധനം കിട്ടി. മുട്ടയും കൊണ്ട് തോരൻ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സാധനം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ. സംഭവം അടിപൊളിയായിരുന്നോ? സംഭവം ഉണ്ടായിരുന്നു. നൈസ് സാധനമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അതും പൊറോട്ടയും സാമ്പാറും ഇട്ടുള്ളൂ ഇവിടെ. പിന്നെ എന്താ വെജിറ്റബിൾ കുറുമയായിരുന്നു. അത് വെച്ചിട്ട് കഴിച്ചു. കുറച്ച് സാമ്പാർ കഴിച്ചു. പിന്നെ മുട്ടയുടെ സാധനം കഴിച്ചു. പിന്നെ ചായ തമിഴ്നാട്ടിലെ ചായ പിന്നെ പറയില്ലല്ലോ. സൂപ്പർ ആയിരുന്നു. ചായയും കുടിച്ച് ഞങ്ങളിങ്ങനെ ചെന്നൈക്ക് കൊണ്ടിരിക്കുക. ഞങ്ങളിത് ഒരു മറ്റേതാണല്ലോ കരിമ്പൻ ജ്യൂസ് കണ്ടപ്പോ ചുമ്മാ കരിമ്പൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇറങ്ങി കൂടെ. ഇത് നൈസല്ലേ? ചെറിയ പെട്ടിക്കട സെറ്റപ്പ്. അവിടെ ചേട്ടനല്ലേ? സോറി, ചേട്ടനാണോ? ഇതാ ചേച്ചിയാണോ ചേട്ടനാണോ? ചേച്ചിയല്ലേ? മുടി വെട്ടിയിട്ടുള്ളൂ ചേച്ചി അവിടെ ഇരിക്കണ്ട്. അവിടെ ഇവരെന്തോ ഭാര്യ ഭർത്താക്കന്മാരാന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല വെയിലാട്ടോ. ഹെവി വെയിലാണ്. കരിമുട്ടം വെയില് അവിടെ വെച്ച് കൂടാന്ന് എനിക്ക് തോന്നാം.
നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഞങ്ങള് ശരിക്കും ഡ്രൈവ് ചെയ്യണ കൂടുതൽ പകല് തന്നെയാണ്. ഉറക്കമൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങള് കൂടുതൽ പകല് തന്നെ ഡ്രൈവ് ചെയ്തിട്ട് രാത്രി ഉറങ്ങി ആ ഒരു സെറ്റപ്പ് തന്നെ. ആ ഉറക്കമൊക്കെ 10-25 ദിവസം എടുക്കുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചണം. അപ്പം എന്നാന്ന് വെച്ചാൽ ഉറക്കം പോയി ഇനി ബോറാക്കണ്ടല്ലോ എന്നോർത്ത് ഉറക്കമൊക്കെ രാത്രി തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ള സെറ്റപ്പിലാണ്. കുടി സാധനമുണ്ട്. നമ്മുടെ അടുത്ത ടേസ്റ്റ് ആണ്ടാ. ഇവിടെ എത്ര രൂപ എത്ര രൂപ ചോദിച്ചടാ അണ്ണാ? ഇത് ഓർമ്മ എവളോ എത്ര രൂപ എവളോ 25. ഇത് 25 ഉള്ളു, 25 രൂപ ഉള്ളു. നമ്മളൊരു ദിവസം കോട്ടയം പോയി പഠിച്ച് ഓർക്കണ്ടോ 60 രൂപ കണ്ടോ അവിടെ ഓർക്കണ്ടോ? 60 രൂപ അല്ലേ? അതെയോ? ആ ഇതിന്റെ 2 ഉണ്ടാവൂലേ? ആ അപ്പൊ പിന്നെ പറഞ്ഞിട്ടല്ലോ. പക്ഷെ ഇവിടെയൊക്കെ ഇതിന്റെ കൃഷിയുള്ളല്ലോ കുറെ കൂടെ. ഒരുപാട് കരിമ്പ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കെട്ടൊന്നുമല്ല, ഇവിടെ വിറക് കൊണ്ടുവന്നിരുന്ന ഒരു ലോഡ കൊണ്ടിട്ടാണ്. ഇതുണ്ടോ? ഇതെവിടെ? ഇവിടെ അടുത്ത് തന്നെ കൃഷി ചെയ്യണാണോ ഇതൊക്കെ? ഇതൊക്കെ ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടുന്നതാണോ? അതെയോ? ഇവിടെ നിങ്ങളുടെ ആണോ പാടമൊക്കെ? ആ അതെ. അല്ല അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ തന്നെ തോട്ടത്തിൽ നിന്നാണോ? അടുത്ത തോട്ടത്തിൽ നിന്നാ? ആ അതല്ലേ. ഒരു കിലോ എന്ന് പറയുമ്പോ എത്ര എണ്ണം ഉണ്ടാവും ഏകദേശം? അറിയുന്നില്ല. അത് പാല് കമ്മിയാ വരും, ടേസ്റ്റ് ഉണ്ട്. അല്ല ഒരു കിലോ ഇല്ലേ? 1 കിലോ എത്ര കമ്പുണ്ടാവും? ഒരു 4 കമ്പ ഉണ്ടാവും. 4 കമ്പ് ഏകദേശം 1 കിലോ ഉണ്ടാവൂലേ? ആ അപ്പൊ എത്ര പറഞ്ഞ 1 കിലോക്ക് എത്ര? 8 രൂപ. 8 രൂപ. അപ്പൊ 8 രൂപയ്ക്ക് പറഞ്ഞാൽ 4 കമ്പ് കിട്ടൂലേ? ഇങ്ങനെയൊക്കെയാണ്. നൈസാണ്. ടേസ്റ്റ് അടിപൊളി കേട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ സംഭവം എന്ത് 9 ദിവസം നേപ്പാളില് അങ്ങനെ ഈ ഏത് മാസം? ഈ മാസം 1-ാം തീയതിയോ? അവരുടെ ഏപ്രിൽ 1 അതെയോ? അങ്ങനെ നമ്മുടെ സിസ്റ്റം അല്ല മറ്റേ അവിടെ. ഐ മീൻ ഒഫീഷ്യലി അങ്ങനെയാണോ സെറ്റ് ചെയ്യണേ? അവർക്ക് അന്ന് ആഘോഷം തുടങ്ങിയതിന്റെ ആഘോഷം അവർക്ക് അന്നാ ന്യൂ ഇയർ അല്ലേ? അപ്പൊ അവരുടെ ന്യൂ ഇയർ നമുക്ക് മിസ്സായില്ലേ? പക്ഷെ നമ്മൾ ആക്ച്വലി അത് അറിയായിരുന്നു. ഇവിടെ നേരത്തെ കറക്റ്റ് ന്യൂ ഇയറിനില്ലായിരുന്നല്ലേ? എന്തായാലും അത് പോയി. എന്തിലൊക്കെ പോണ്ടേ? എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു രസമല്ലേ? എല്ലാം കിട്ടണ്ടേ? ഇത് വ്യൂ ഇല്ലല്ലോ. ഈ സാധനത്ത് മാറ്റോട്ടെ. ഇത് മാറ്റിട്ട് ഇതിനേക്കാൾ വലിയ നിന്റെ തല ഇതിങ്ങള് ഇതുണ്ടോ 2 ഇഞ്ച് 3 4 ഇഞ്ച് അടുത്താണ് ഗ്യാപ്പുള്ളൂ. ഇത് കാല് തവണ വരാം. മതിയായ 2 മറമെല്ലന്മാരെ ഇതിനകത്ത് കയറിയിരിക്കണേ. അതെ, ആ ചില്ലിലേക്ക് ഏറ്റിരിക്കണം നീ. തമിഴ്നാട്ടിലെ ഇലക്ഷൻ എന്ന് പറയുന്നതാണോ? നാളെയാണോ? ആ തമിഴ്നാട്ടിലെ ഇലക്ഷൻ നാളെ നടക്കുന്നത്. വിജയണ്ണനെ പോണ വഴിക്ക് ഇനിയിപ്പോ കാണലായിരിക്കും. നാളെയാണ് ഇപ്പൊ എന്തായാലും പ്രചരണം തീർന്നിട്ടുണ്ടാവൂലേ? അല്ലെങ്കിൽ ചിലപ്പോ അണ്ണൻ ഇതിൽ കൂടെ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോയ സൈക്കിളൊക്കെ കൂടെ ചവിട്ടി അണ്ണൻ അടിച്ചു കയറുക. അപ്പൊ ഇവിടെ നാളെ ഓട്ടാ. അപ്പൊ കുറെ സ്ഥലത്തോടെ ഇങ്ങനെ പട്ടാളക്കാരും ഒക്കെ ഇങ്ങനെ തോക്കായിട്ട് നിക്കണേ കണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ സൈഡിൽ മെയിനായിട്ട് കാണാനുള്ളത്. ഒരുപാട് ഇങ്ങനത്തെ കാഴ്ചകൾ കാട്ടാനില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ തിരിക്കാത്ത കേട്ടോ. ഇതിങ്ങനെ റോഡാണ്, ഞാൻ പറഞ്ഞില്ലേ, റോഡ് അടിപൊളി റോഡാണ്. അത് തന്നെയാണ് മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കണതും. പിന്നെ റോഡിന്റെ സൈഡിൽ കൂടെയുള്ള തമിഴ്നാടൻ ഗ്രാമഭംഗി ആ ഒരു സാധനമൊക്കെ തമിഴ്നാടൻ ഗ്രാമഭംഗികളൊക്കെ. മാവിന്റെ തോട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഏരിയയില്. അടിപൊളിയാണ്, നല്ല രസം. ഇങ്ങനെ കണ്ടോ, ഈ വെയിലെന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. നമ്മള് അപ്പൊ ഇത് ആന ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ കരിമ്പയിൽ വരും. നീലമാങ്ങയുടെ ഏരിയ. നീലമാങ്ങ ഒരു ലോഡ് സൈഡിൽ കൂടെ നീലമാങ്ങ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. എന്നടാ ഒന്ന് തെങ്കാശിക്ക് ഇപ്പോഴും
ഞങ്ങളൊരു 2 ദിവസം മുമ്പ് തെങ്കാശിക്ക് വരുന്നു. അപ്പൊ അവിടെ പറഞ്ഞോട്ടെ ഒരുപാട് മാവിന്റെ തോട്ടങ്ങൾ സൈഡിൽ കൂടെ ഉണ്ട്. നമ്മുടെ അങ്ങോട്ടൊക്കെ തന്നെ ഇവിടത്തൊക്കെ എനിക്ക് ഒരു പരിധി വരെ ഇവിടുത്തെ ബസ്സുണ്ട്. ഇവിടുത്തെ ബസ്സിന് കളറിന്റെ പ്രശ്നമൊന്നും ഇല്ലാന്ന് കേട്ടോ, ഇഷ്ടമുള്ള കളർ അടിക്കാം. ഈ ചില കേരള ബസ്സിന്റെ ഓണേഴ്സ് പുറത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ വേറെ കളറൊക്കെ അടിച്ചുകൊണ്ട് തോന്നുന്നു. UDF വെച്ച് കഴിഞ്ഞാൽ ബസ് കളർ അടിക്കാൻ പറ്റുമായിരിക്കില്ല കേരളത്തില്. ബസ് കളർ അടിക്കാൻ പറ്റിയതിലും KSRTC ഒരു ലോക്കൽ AC ബസ് ഒന്ന് ഇറക്കിയാൽ മതി. കേരള ഇറക്കെ പറയണോ ചെയ്ത് തുറക്കണ്ടോ? ഓക്കെ, കുറച്ചൊരു ബാക്കിൽ ഞാൻ മടുത്ത് ലാസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ കയറുന്നത്. ഇത്ര നല്ല റോഡിൽ ഡ്രൈവ് ചെയ്യണ്ടേ, ചുമ്മാ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നേരെ പോകും. അതല്ല സ്ട്രൈറ്റ് കിടക്കണേ. ഇത് ചെറിയൊരു ബെൻഡുണ്ട്, പക്ഷെ കുറെ വഴിയിലൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് ഇങ്ങനെ മറ്റേ അഡാൽ ഫീച്ചറോ എന്നടാ പേര്, ആ സാധനം നേരെ പോവാം. അടിപൊളി. അത്ര നല്ല റോഡ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ വണ്ടി പിടിക്കാതെ ഒരിക്കലും ഇരിക്കില്ലേ. 80-ലൊക്കെ ചുമ്മാ 100 ഇറങ്ങുന്നത് പാടില്ല, പക്ഷെ പതുക്കെ പോയി മൈലേജൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള സെറ്റപ്പിലാണ് ഞങ്ങള്. മീഡിയം സ്പീഡിലാണ്. മീഡിയം സ്പീഡാകുമ്പോൾ എന്തുകൊണ്ടും നല്ലതല്ല. പിന്നെ ഇവിടെയുള്ള ബസ്സുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ള കണ്ടിട്ടൊരു വെളിവില്ല, ഭയങ്കര സ്പീഡല്ല. അങ്ങനെയാട്ടോ ഇതിക്കടെ അങ്ങനെ ഓടിക്കണ്ട, അതുകൊണ്ടായിരിക്കട്ടോ. അതെ, രണ്ടറ്റം കൂട്ടിയിട്ടിരിക്കണ്ട. അതെ അതെ അതെ. അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മള് അറ്റം കൂട്ടിയിട്ടില്ലാത്തോണ്ട് സൈഡിൽ കൂടെ അപ്പൊ ഭയങ്കര സ്പീഡാകുമ്പോൾ. അപ്പൊ ആ ട്രാക്കില് റൈറ്റ് സൈഡിലെ ട്രാക്കില് കൂടുതൽ നല്ല സ്പീഡിൽ എല്ലാവരും പോകും. അപ്പൊ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് മാത്രം അങ്ങോട്ട് കയറും. ബാക്കിയുള്ള ഇപ്പൊ ഒരു 80 റേഞ്ചിൽ ഈ ഇതിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. 80-ലൊക്കെ പോയി അത്യാവശ്യം ഓക്കെ. ഈ റൂട്ടിൽ ചവിട്ടിയാലും പെട്ടെന്ന് കിട്ടും, വലിയ പ്രശ്നമില്ലാത്ത സ്പീഡ് 80 എന്നൊക്കെ പറഞ്ഞു. 100 ആകുമ്പോൾ ഇച്ചിരി തിരക്ക് കുറവ്. രാത്രി ഇന്നലെ വന്നപ്പോഴൊക്കെ 100 അത്യാവശ്യം വന്നായിരുന്നു. ഇത്രയും റഷിലായിരുന്നു. പിന്നെ ഇന്നലെ ഒരു 10-11 മണി ആ റേഞ്ചിലായിരുന്നല്ലോ കുറേ ഓടിച്ചത്. അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു, അത്യാവശ്യം ഓടിക്കാൻ പറ്റിയായിരുന്നു 100-ലൊക്കെ. ഇപ്പോഴും ഓടിക്കണത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടോട്ട് കാട്ടി കൊടുത്തോളാം. അത്യാവശ്യം കണ്ടോ ഇങ്ങനെ ബസ്സുകൾ ഒരുപാട് ഉണ്ട് ഈ ചെന്നൈ റൂട്ടിൽ, അതുകൊണ്ടായിരിക്കും മേ ബി കംപ്ലീറ്റ് ബസ്സാണ്. ചെന്നൈ റൂട്ടായതുകൊണ്ട് ഒരുപാട് ലോങ് ബസ്സിൽ ഇപ്പൊ നമ്മളെ ഇവിടുന്ന് ബാംഗ്ലൂർക്കൊക്കെ ബസ് പോകില്ല, അതുമാതിരി ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട്. പല്ലാറാണോ? പല്ലാറ് നമ്മൾ പല്ലാർ റിവർ ക്രോസ് ചെയ്യുകയാണ്. അതിനല്ലേ പാലം എല്ലാം ശരിയാണ്. മിക്കവാറും ഡ്രൈ ആയിരിക്കുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും കണ്ടുപിടിക്കാൻ വരണ്ട് കിടക്കുന്ന പുഴ. ഇതിലെ പുഴ ഇവിടുത്തെ ഭാരതപ്പുഴ പോലത്തെ കുറെ പുഴകളുണ്ട് ഇവിടെ. ഭാരതപ്പുഴ ചെന്നൈ എത്താറായി. ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പശുക്കളൊക്കെ മേണ പറമ്പുകള്. ഗ്രേറ്റ് മൈഗ്രേഷൻ. അങ്ങനെ നീ പറഞ്ഞല്ലോ. ഇവിടെ നമ്മളിതൊക്കെ ചെറിയ വഴിയൊന്നും തെറ്റിയായിരുന്നു. ഇനി അവിടെ നിന്ന് യൂ ടേൺ എടുക്കണം. അതാണ് പിന്നെ അത് കാട്ടിക്കൊണ്ടിരിക്കണേ. യൂ ടേൺ എടുക്കാം കേട്ടോ. യൂ ടേൺ എടുക്കാം. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വലിയ വിഷയമില്ല, വലിയ സീനില്ല. അല്ല കൊറേ സ്ഥലത്തോടെ ഈ മെയിൻ ഹൈവേ കൂടെ ഹെൽമെറ്റ് സീനില്ലടാ. അടിച്ചടിച്ച് ഒരു 10,000 ഫൈൻ ഒന്നും ഉണ്ടാവും. അതേ അവിടെ ട്രാഫിക് പോലീസ് 3 നിന്നിട്ടാണ് ഇവരതിലെ കയറി പോകുന്നത്. പക്ഷെ നമ്മുടെ അവിടെ ഉള്ള ഇപ്പൊ കൊറേ കംപ്ലൈന്റ് ആയി തുടങ്ങിട്ടോ. കൊറേ റോഡിന് വീതി കിട്ടിയും പൈപ്പ് ലൈൻ എടുത്തു നോക്കിയായിട്ട് കൊറേ പോയി. അതല്ല ചില വഴി നമുക്ക് മനസ്സിലാവില്ല യൂട്ടേൺ ആണോ അല്ലയോ ഒന്ന് മാപ്പിൽ നോക്കുമ്പോ ക്ലിക്ക് ആവുള്ളൂ. അതേ സ്ഥലം കണ്ടോ നല്ല രസമില്ല. പശുക്കളൊക്കെ വേണാതിരി. ചെന്നൈക്ക് ഏകദേശം 48 കിലോമീറ്റർ ആണ്. 48 കിലോമീറ്റർ ആയാൽ നമ്മൾ ചെന്നൈ എത്തും. 48 കിലോമീറ്റർ ഉള്ളതിലും എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറോളം കാട്ടുന്നുണ്ട് അത്. അതെന്താ സംഭവം എന്നറിയില്ല. ബ്ലോക്കാണോ എന്താ ഹാലെന്ന് നമുക്കറിയില്ല. എന്തായാലും നോക്കി കാണാം. അവിടെ ക്യാമറാമാൻ ഓൺ ഡ്യൂട്ടിയില്ല. നീ ആരെയും ഫോട്ടോ എടുക്കണം? ആക്ച്വലി ആ പ്ലൈവുഡ് വണ്ടിയുടെ ആണോ? ആ പ്ലൈവുഡ് വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ നോക്കണേ തോന്നി ചേർക്കാൻ.
ആസ് യൂഷ്വൽ. ചെന്നൈ സോട്ടല്ലേ എന്നാ സമയം ഇപ്പൊ അറിയോ? 5:15 മണി കഴിഞ്ഞു. 2 മണിയുടെ വെയിൽ വന്നിരിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വെയിലിന്റെ ഇത് കുറഞ്ഞു. ചെറിയൊരു നമുക്ക് കാറ്റ് കിട്ടി തുടങ്ങി. നെല്ലൂര് ഓണാണോ വിശാഖപട്ടണം നമുക്ക് പോകാനുള്ള റൂട്ട്. കൊൽക്കത്ത പോണം. നേരെ വിശാഖപട്ടണം 845 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് ഓടാൻ പറ്റൂടാ? ഇല്ലല്ലോ. നെല്ലൂര് നാളത്തെ വൈകുന്നേരം വിശാഖപട്ടണം എത്തുമെന്നാണ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യണത്. അപ്പൊ അടുത്ത സ്റ്റേ എവിടെയാ? അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പിന്നെ വിശാഖപട്ടണത്ത് നിന്ന് കൊൽക്കത്തക്ക് ഒരുപാട് വരില്ലല്ലോ. സ്റ്റേ നമുക്ക് വിശാഖപട്ടണം നമുക്ക് കോസ്റ്റൽ ഏരിയയിൽ ഒരു സ്റ്റേ പിടിക്കാം. നമുക്ക് പുരിയില് സർഫിംഗ് ഉണ്ടോ ശാവലെ? സർഫിംഗ് വേണേ ശ്രമിക്കാം. അറിയില്ലല്ലോ പരിപാടി. വീണാലും പ്രശ്നമല്ല. മെയിൻ ഐറ്റം ബഞ്ചി ജമ്പിങ് ആണ്. ആശിക്ക് ബഞ്ചി ജമ്പിങ് ചെയ്യണ്ടോ? നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 25 കിലോമീറ്ററോടെ ഏകദേശം ബാക്കിയുള്ളൂ. 25 കിലോമീറ്റർ ഓടാൻ 1 മണിക്കൂർ തന്നെ അത് കാട്ടണത്. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്. നോക്കണം, ഇതിപ്പോ ഇച്ചി കുറവല്ലേ, ബാക്കി ഫുൾ ബാക്കിലൊക്കെ ഫുള്ള് ഫ്രണ്ടിലൊക്കെ ഈ റെഡ് കാണിച്ചിട്ട് ഇത് ഫുള്ള് റെഡാ. പക്ഷെ നീ പറഞ്ഞപ്പോ തന്നെ ബ്ലോക്ക് കുറഞ്ഞു. അതാ ഞാനും ആലോചിക്കണേ. ഇപ്പൊ തന്നെ ബ്ലോക്ക് കിട്ടും പറഞ്ഞപ്പോ ബ്ലോക്ക് കുറഞ്ഞാലും പിള്ളേരെ കള്ളം പറയാന്ന് പറയും. ഇവിടെ ഭയങ്കര ബ്ലോക്ക് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാ. ശരി, കുറച്ചേരൊക്കെ നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് വണ്ടി 4 സൈഡിലും ജാമായി ഇങ്ങനെ നിൽക്കുമായിരുന്നു, സാൻഡ്വിച്ച് കണക്ക്. ഇത് ഒരു സൈഡിലൊക്കെ ഒരു ഇറ്റ് പോലും മാറാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് നിലവില്. മറീന ബീച്ചിന്റെ അടുത്തേക്ക് ഒരു റൂം നോക്കി വെച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടില്ല. ഫോട്ടോ കണ്ടപ്പോ വലിയ കുഴപ്പമില്ല തോന്നുന്നു. അപ്പൊ നോക്കി കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ തന്നെ കേറാന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പൊ നിക്കണത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ആക്ച്വലി ഇപ്പൊ പൊക്കോണ്ടിരിക്കണേ. മാപ്പ് ഇട്ടേക്കണത് അങ്ങോട്ടാണ്. സോ അവിടത്തേക്കാണ് അത്. എടാ, ചെന്നൈ ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറീന ബീച്ച് എവിടെയായിട്ട് ശരിക്കും എനിക്കറിയില്ല. നമ്മുടെ സ്റ്റേഡിയം ചെപ്പോക്കില്, അവിടെയാണ് മറീന ബീച്ചും നമ്മുടെ അടുത്താണ് റൂമും കാര്യങ്ങളും. നാളെ എന്തോ ചെന്നൈയുടെ കളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നാളെ പക്ഷെ ഇവിടെ വെച്ചല്ല, മുംബൈയിൽ വെച്ചാണ്. മുംബൈയിൽ വെച്ചാണ്. ഓക്കെ. അപ്പൊ നല്ല, അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ നാളെ ഇറങ്ങി പോവാൻ നേരത്ത് നല്ല പാടടിച്ചാണ്. മുംബൈയിൽ വെച്ച കളി എന്നാണ് പറയണത്. നാളെ നമ്മുടെ പ്ലാൻ എന്താ? ആക്ച്വലി നാളെ നമ്മള് സൺറൈസ് കാണും മറീന ബീച്ചിൽ. വ്ലോഗ് പറയാനുള്ള വണ്ടി നോക്കി ഒരു ടൈം പോവാ. സൺറൈസ് ഒരു 9 സൺറൈസ് ഒരു 9 മണിക്ക് ആക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഈ കാണാം. 9:09 സൺറൈസ് പോകേണ്ട അവസ്ഥയാ. വേറൊരു കോർഡിനേറ്റർ ഉണ്ട്. രാവിലെ 5 മണിക്ക് എണീപ്പിച്ച് പണ്ട് പഞ്ചാബിൽ പോയപ്പോ പഞ്ചാബിലെ ബസ് തടഞ്ഞ് റോഡില് ഫ്രണ്ടില് വലിയ വിഷയായി. പോലീസ് എപ്പോഴും എന്റെ കിടക്കുന്നുണ്ട്. അതെ. അങ്ങനെ പുള്ളിക്കാരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൺറൈസ് ഒക്കെ ആണ്. പക്ഷെ ഈ കഴുതകളുടെ ഒപ്പം വന്നതുകൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധനമൊക്കെ 10:30 മണിയാവും എണീക്കുമ്പോ. 11 സൺറൈസ് കാണാം. മുംബൈയിൽ സൺറൈസ് അല്ലല്ലോ, അത് 7:30 നമ്മളെ ജിഗർദണ്ഡ അടിക്കട്ടോ കൂടുന്ന ജിഗർദണ്ഡ. ഞാൻ ആക്ച്വലി മിനിങ്ങാന്നല്ല ഒരു 5 ദിവസം മുമ്പേ ഞാൻ കഴിച്ചായിരുന്നു. എന്നാലും ഒന്നോടെ കഴിക്കുന്നേ. അത് വേറെ ജിഗർദണ്ഡ, ഇത് വേറെ ജിഗർദണ്ഡ. ഇത് വീണ്ടും അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ കയറുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ചെന്നൈ എത്തിയിരിക്കുകയാണ്. ചെന്നൈ ഇതിനകത്ത് ഇപ്പോൾ 16 കിലോമീറ്റർ നടണ്ട്. അതെനിക്ക് തോന്നണേ നമ്മുടെ റൂം എടുത്തിട്ടില്ല, അത് ഇച്ചിരി അങ്ങോട്ട് കയറിയ ആ ഭാഗത്തേക്കായിരിക്കും ഇച്ചിരിയോടെ 16 കിലോമീറ്റർ കാണുന്നത്. ഇപ്പൊ അത് കിട്ടിയ ഫോം പോലെട്ടോ. ഫ്ലൈറ്റ് ക്യാമറ അടിക്കാൻ പറ്റില്ല. അതിന് വൈഡാക്ക്. എടാ ഷാവൂലെ, നീ ഒന്നില്ല ഇത് ഏക്ക്, അല്ലെ പിന്നെ ഏക്കല്ലേ. ഇപ്പൊ നമ്മള് നിലവില് എയർപോർട്ടിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നു ചെന്നൈയില്. അപ്പൊ എയർപോർട്ടിലെ മെട്രോയും അതുപോലെ എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റും പോണ വീഡിയോ കിട്ടിക്കാൻ വേണ്ടി നിങ്ങളെ ശ്രമിച്ചായിരുന്നു. പക്ഷെ കിട്ടിയില്ല ശരിക്കും തോന്നുന്നു. നോക്കട്ടെ, വണ്ടി എടുത്തിട്ട് നോക്കുമ്പോ വീഡിയോ സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ
ഇടാം, അല്ലെങ്കിൽ കിട്ടില്ല. ആ വീട് അത് എയർപോർട്ട് മെട്രോ ആണ് പോണത്. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പോലെ ഒന്നുമല്ല, ഇവിടെ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് മെട്രോ സൗകര്യമൊക്കെ ടൗണിൽ നിന്നുണ്ട്. കാരണം ഇത്ര വലിയ ബ്ലോക്ക് നമ്മൾ കൊച്ചിയിലൊക്കെ ഫേസ് ചെയ്യുന്നൊക്കെ ഭയങ്കര വലിയ ബ്ലോക്ക് ഇവിടെ. അതുകൊണ്ടൊക്കെ ആയിരിക്കാട്ടോ മേ ബി. ഇനി കൊച്ചിയിലൊക്കെ വരുമായിരിക്കും തോന്നുന്നു കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും. ഇപ്പം എന്തായാലും ഇവിടെ എയർപോർട്ട് മെട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു 5-6 കിലോമീറ്റർ ആയുള്ളൂ ഇപ്പോൾ എയർപോർട്ട് നമ്മൾ കഴിഞ്ഞിട്ട്. ഇപ്പം നിലവിൽ ഓൾമോസ്റ്റ് ചെന്നൈയുടെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോൾ അതായിരുന്നല്ലോ എയർപോർട്ട് നമ്മൾ കണ്ടത്. ഇപ്പം പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു 10-14 കിലോമീറ്ററോടെ പോകണം. നിലവിൽ നമ്മുടെ റൂമുണ്ടല്ലോ, റൂം എടുത്തേക്കണ സ്ഥലം ഒരു 14 കിലോമീറ്റർ അപ്പുറം ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിരിക്കണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബ്ലോക്കിലേക്ക് നേടി. ഇവിടെ ഒരു സെക്കൻഡിൽ ആക്ച്വലി നമ്മൾ 4 സൈഡും ഈ 2 ഗ്ലാസ്സിൽ കൂടെ ബാക്കും കണ്ണും കൊണ്ട് ഫ്രണ്ടും നോക്കി വെക്കണം. അല്ലെങ്കിൽ വണ്ടി ഭയങ്കര ഒരു റഫ് ഡ്രൈവിംഗുമാണ് ഇവിടെയുള്ള ബസ്സുകാരുടെയൊക്കെ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് വന്നുകൊണ്ടിരിക്കണ വഴിയിൽ കുറച്ച് മുമ്പ് ഒരു കാറിൻ്റെ ബാക്കോട്ടൊന്നൊരു ബസ് കയറി കിടക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുതന്നെ ബസ്സുകാർ വരുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു വീഡിയോ വണ്ടി പോറോ എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാര് പിന്നെ പറയലല്ലോ എല്ലായിടത്തെ പോലെ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ഒരുപാട് സൂക്ഷിച്ചു പിടിക്കാനുണ്ട് ഇവിടെ. ഈ ബാംഗ്ലൂരൊക്കെ വണ്ടി ഓടിച്ചവരുണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ തന്നെ ആ സാധനം ഒരു 10-60 കിലോമീറ്റർ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ സെയിം ബ്ലോക്ക് കുറച്ചു നേരം ഒരു വലിയ മോശമില്ലാത്ത രീതി ഇപ്പം, പിന്നെ അപ്പം തന്നെ വീണ്ടും ട്രാഫിക്, അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഇപ്പം ഇവിടെ ഫുള്ള് പൊക്കോണ്ടിരിക്കണത്. ഇവിടെയൊക്കെ അത്യാവശ്യം പോഷ ഏരിയ തോന്നുന്നു കണ്ടിട്ട്. എടാ ഇവിടെ ഒരു 150 മീറ്റർ വെച്ച് പോത്തീസുണ്ടാ. അതിന്റെ വ്യാക്ക് തന്നെയാണ് കണ്ടത് നമ്മള്. പോടാ മറ്റേ ലുലൂടെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ കയറില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ലൂപ്പാട്ടോ അല്ലേ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂപ്പാട്ടോ. കളർ നാട്ടുകാരെ പറ്റി എന്താ അഭിപ്രായം? നാട്ടുകാരെ പറ്റി വണ്ടി ഓടിക്കാൻ ഇച്ചിരി ബെറ്റർ ആക്കണം, അതാണ്. പിന്നെ ഓൾറെഡി ഇത് കുറയ്ക്കണം. പക്ഷെ നമ്മുടെ ഡൽഹി ഒക്കെ വെച്ച് നോക്കുമ്പോ നമുക്കൊരു സമാനമാണ്. മുംബൈ, ഡൽഹി. ഡൽഹിയില് ഡൽഹിയില് നമ്മള് കാറായിട്ട് ഓടിച്ചിട്ടുള്ള തോന്നില്ല. കാറായിട്ട് ഓടിച്ചിട്ടില്ല, പക്ഷെ നമ്മള് കാർ എടുക്കാൻ പറ്റില്ല. ഡൽഹിയിലൊക്കെ ഇതിന് ഉറുമ്പും കൂടെ എന്റെ ആള് എന്നാ ട്രാഫിക്കല്ലേ. നിസറൻകൂടിലേക്ക് കാല് വെക്കുമ്പോ ഓടൂര്. അതുപോലെ സുഡിയോടെ ഇഷ്ടംപോലെ കേട്ടോ. പക്ഷെ എറണാകുളത്ത് അത്ര ഇല്ല കേട്ടോ. ഇത് നമ്മുടെ നേരാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റേഡിയം ആണ്. ഇപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഒരു വഴി കൂടെ വന്ന് ചാടി അവിടെ നിന്ന് വളഞ്ഞു പോവാ. അടുത്ത ദിവസം ചെന്നൈയുടെ കളി ഉണ്ടാവും, പക്ഷെ ഇവിടെ വെച്ചല്ല, മുംബൈയിൽ മുംബൈ ആയിട്ട് കളിയുണ്ട്. സോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് കയറാൻ പറ്റൂല്ലോ എന്നൊക്കെ അല്ലേ. എന്തായാലും ആ ഒരു അത്രയും ഫെയിം ആയിട്ടുള്ള ടീമിന്റെ സ്റ്റേഡിയം ആണ് ലെഫ്റ്റ് സൈഡിൽ കാണാം. നമ്മുടെ ധോണിയും ഇപ്പൊ നമ്മുടെ സഞ്ജു ഒക്കെ കളിച്ചുകൊണ്ടിരിക്കണേ ചെന്നൈയുടെ സ്റ്റേഡിയം. ഗൈസ് ഫൈനലി ഞങ്ങൾക്കൊരു റൂംമേറ്റ് ഉണ്ട്. ഞങ്ങൾ റൂം അന്വേഷിച്ച് മടുത്ത് കിടന്നിട്ട് ഒരു റൂമിന്റെ ഫ്രണ്ടിൽ നിന്നു. അപ്പൊ കറക്റ്റിന് ചുമ്മാ കയറി ചോദിക്കാന്ന് പറഞ്ഞ കയറി ചോദിച്ചു. അപ്പൊ കറക്റ്റിന് റൂം കിട്ടി. പക്ഷെ റൂമിന്റെ ലോക്ക് അത്ര അല്ലല്ലോ തോന്നുന്നു. എന്തായാലും അവരുടെ ചോദിച്ചിട്ട് ശരി, അത് വിഷയല്ല, അവരത് പറഞ്ഞേ. ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ടെന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ ഗ്യാസിന്റെയും അതുപോലെ നാളെ ഇവിടെ ഇലക്ഷൻ അതിന്റെ ഒക്കെ പ്രശ്നം കാരണം കുറെ സാധനങ്ങളൊന്നും കുറെ കടകളില്ലാന്ന് പറഞ്ഞു. എന്തായാലും ഉള്ളത് നമ്മള് നോക്കാം. 2 മലയാളികളെ കണ്ടിട്ട് ഇമാരൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പറയട്ടോ. അവന്മാര് മലപ്പുറത്തുള്ള പയ്യന്മാര്, അവന്മാര് ജസ്റ്റ് ഇവിടെ കുറച്ച് നാളായിട്ടുള്ളേ. അവന്മാർക്ക് ചെറിയ ബിസ്ക്കറ്റിന്റെ എന്തോ ഷോപ്പോ സപ്ലൈ അങ്ങനെ എന്തോ പരിപാടിയായിട്ട് ഇവിടെ നടന്നു. ഇപ്പൊ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ മലയാളികളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനെ പെട്ടെന്ന് കണ്ട് കയറി മിണ്ടിയതാ. നല്ല പയ്യന്മാരാണ്. സ്ട്രീറ്റിലെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞ കുറച്ച് കടയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. ഇത് കല്ലുമ്മക്കായാണോ? അല്ല കട്ട്ലറ്റാണ്. എന്നാ സംഭവം അത്
ഒരു കട്ട്ലേറ്റ് ചിക്കൻ്റെ ഭയങ്കര മസാല സാധാ ഒരു കട്ട്ലേറ്റ് സാധാരണ ഇതല്ല ഒരു മസാല ഫീല കൂടുതലാണ്. ചിക്കൻ തിരക്കേറിയപ്പോ ഒരു സാധാ കടക്കില്ല. ഇവിടെ മതിയായ തിരക്കാ. ബ്ലോഗിയെ പുറത്ത് റീഡ് ചെയ്യാം. വാങ്ങാം വാങ്ങാം വാങ്ങാം. എവിടെയുള്ളത്? എന്റെ പൊന്ന് ഗൈസേ, ഇവിടെ നടന്നു കിടന്ന് മടുത്ത് എല്ലായിടത്തും സാധനം ഉണ്ട് ഇഷ്ടമല്ല. പക്ഷെ ഒരിടത്തും ഡൈനിങ്ങില്ല. അപ്പൊ കൈ പിടിച്ച് തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു കട കയറി. അവിടെ ബിരിയാണി ആയിരുന്നുള്ളു. ബിരിയാണി അടിച്ചു. അത് കഴിഞ്ഞിട്ട് പോയി കബാബും അതൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുവാണ്. അപ്പം ബിരിയാണി അടിച്ച് വയറ് ആക്ച്വലി നിറഞ്ഞിരിക്കുക. ഇനി എന്തൊക്കെ കയറും നോക്കാം. അത് കയറില്ലയോ കയറിക്കാം പോവല്ലേ? വാ കയറി വട്ടം കയറിക്ക. ഇവരിപ്പം നിർത്തി തരുമോ നിനക്ക്? കയറി നിന്നാ നിന്നോളൂ. ഷവർമ്മ എനിക്ക് വലിയ അടുത്ത് വേണം. എനിക്ക് ചെയ്യുമ്പോ കടി മതി, ഒരു കടി മതി ടേസ്റ്റ് ചെയ്യാൻ. ഞാൻ കഴിക്കൂല ഒരുപാട്. എത്ര പറഞ്ഞ? ചെറുതാന്ന് തോന്നൂ അല്ലേ? പട്ടിയോ പോളറക്ക അതൊക്കെ ചിക്കനല്ലയാ. ഇവിടെ ഡൈനിങ് ഒന്നുമില്ലേ? ഡൈനിങ് ഇല്ലാത്ത തന്നെ പറയണ ഒരു കാരണം. ആ അങ്ങനെ ഒരു സെറ്റപ്പാ അല്ലേ? പക്ഷെ ഈ പണിക്കാരുടെ പ്രശ്നവും പണിക്കാരെ കിട്ടായാലും എല്ലാവരും ഇലക്ഷനായിട്ട് നാട്ടിൽ പോയില്ലേ, അതിൻ്റെ ഗ്യാസിൻ്റെയും പ്രശ്നം കാരണം കുറേയൊക്കെ അവധിയാണ്. മട്ടൻ്റെ ഐറ്റംസ് എല്ലാം ഒന്നും തന്നെ ഇവിടെ കിട്ടും. ചിക്കനല്ലേ മെയിനായിട്ട്? അതല്ല നമ്മൾ ചിക്കൻ മെയിൻ. പക്ഷെ മട്ടൻ ഐറ്റംസ് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കയറിയ കടയിൽ പക്ഷേ ഡൈനിങ് ഉണ്ടായിരുന്നില്ല. ഞാനോർത്തെ തീർന്നു, അവിടെ ഫുഡ് തീർന്നു. അവിടെ ഫുഡ് തീർന്നു. ഫുഡ് തീർന്നു പറഞ്ഞാൽ അവസ്ഥ എന്താ? ഇപ്പൊ നിലവില് ഫുഡ് തീരാത്ത കടകളിലൊരു കട ഈ കടയ്ക്കാന്ന് തോന്നുന്നു. ഞങ്ങൾ കയറി കഴിച്ച കടയിലെ ബിരിയാണിക്ക് തീർന്നു. ഈ കടയില് നിലവിൽ ഇപ്പൊ തീർന്നിട്ടില്ല. എനിക്ക് ഇവിടെ ഇപ്പൊ അത്യാവശ്യം ക്രൗഡറായിട്ട് നിൽക്കണത് ഈ കട മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഇതും പിന്നെ അവിടെ ഒരു കബാബിന്റെ കടയുണ്ട്. അവിടെ കയറി കബാബ് അടിക്കാന്ന് ഓർത്തു ഞങ്ങൾ. പക്ഷേ ഇനി ബിരിയാണി വെച്ചിട്ട് വയറില്ല ഇനി ഞങ്ങളുടെ. അപ്പൊ ഇവിടുന്ന് ഒരു ഷവർമ മേടിച്ച് ജസ്റ്റ് പീസാക്കാന്ന് ഓർത്തിരിക്കുക. ഞാൻ ഇരുന്ന് വർത്താനം പറഞ്ഞ വണ്ടി ചേട്ടൻ്റെയിരുന്നു അയക്ക് എടുത്തോണ്ട് പോവാ. എണീപ്പിച്ചു വിട്ടുവരെ. നിലവിലിപ്പോ ഇതാണ് ഇവിടത്തെ അവസ്ഥ. ഇപ്പൊ അത്യാവശ്യം തിരക്ക് കുറഞ്ഞു കേട്ടോ. ഇച്ചിരി മുമ്പ് ഒരു 8:30 to ഇപ്പൊ സമയം 10:15 മണിയായി. 8:30 to ഒരു 9:45 ആ ഒരു റേഞ്ച് 10 മണി വരെ ഭയങ്കര തിരക്ക് ഏരിയയില്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഫുള്ളില്ലാന്നല്ല, ഐ മീൻ നേരത്തെ അപേക്ഷിച്ച് ചെറിയൊരു കുറവുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഫുഡ് സ്ട്രീറ്റ് ഇത്ര ആക്റ്റീവാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ തൊട്ട് ചേർന്ന് ഈ മുംബൈയിലെ കാണാൻ ഗള്ളികൾ ഒരുപാട് ഇങ്ങനെ ശരി സെറ്റപ്പം കാണാന്നാണ്. അതിൻ്റെ അതോടൊക്കെ ചുമ്മാ ഈ കാണൊരു 5-6-7 അടി വീതിക്ക് വഴിയുള്ളൂ. അതിൻ്റെ സൈഡിലൊരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ 2-3-4 അടി വീതി നമുക്ക് വടിക്ക് പോകാൻ കിട്ടും, അത്രേ ഉള്ളൂ. ബാക്കി ഫുള്ളവിടെ വീടോ അങ്ങനെ എന്താണ്ട് സംഭവങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഗള്ളികളാണ് ഫുള്ള് ഇവിടെ.